കാസർഗോഡ് നിന്ന് വരികയാണ്. പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ വലയുകയാണ് കാസർഗോഡ് ജില്ല. 78 ഡോക്ടർമാരുടെ കുറവാണ് ജില്ലയിലുള്ളത്. ജില്ലാ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും ആർഎംഒമാരില്ല. 22 സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ തസ്തികയും ഒഴിഞ്ഞു കിടക്കുകയാണ്. നാട് പനിച്ചു വിറയ്ക്കുമ്പോൾ ഡോക്ടർമാരില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കാസർഗോഡ് ജില്ല. മൾട്ടി സ്പെഷ്യാലിറ്റിയോ സൂപ്പർ സ്പെഷ്യാലിറ്റിയോ ഇല്ലാത്തതിനാൽ ജില്ലാ താലൂക്ക് ആശുപത്രികളാണ് ആശ്രയം. മെഡിക്കൽ കോളേജ് എന്നത് പേരിന് മാത്രം. ജില്ലയിൽ 323 ഡോക്ടർമാരുടെ തസ്തികയാണുള്ളത്. രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഉണ്ടാകുന്നതിനിടെ ഇത്രയും ഡോക്ടർമാർ ഉണ്ടെങ്കിൽ പോലും ദൈനംദിന പ്രവൃത്തികൾ കൃത്യമായി നടക്കില്ല. എന്നാൽ ഇതിൽ പോലും 78 ഡോക്ടർമാരുടെ കുറവുണ്ട്. ജനറൽ ആശുപത്രിയിലെ രോഗികളുടെ ക്യൂ അറ്റമില്ലാതെ എന്നുള്ളൂ. 7:30 മണിയാകുമ്പോൾ ടോക്കൺ കൊടുക്കും. അപ്പോൾ ഭയങ്കര തിരക്ക്. പിന്നെ ഡോക്ടർമാർ വരുമ്പോൾ 9 മണിക്ക് വരും, 9:30 തുടങ്ങും. ഡോക്ടർമാരുടെ എണ്ണം കുറഞ്ഞതോടെ ചികിത്സയ്ക്ക് കാത്തു നിൽക്കേണ്ടത് ദിവസം മുഴുവൻ. ടോക്കൺ എടുക്കുമ്പോൾ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി തിരക്കാണ്, ഫുള്ള് കയറാനും തിരക്കാണ്. മറ്റേ ഇതിൻ്റെ ടെസ്റ്റിംഗ് ചെയ്യുന്നില്ലേ, അതിന് അവിടെ OP ടിക്കറ്റ് എടുത്തിട്ട് ആയിരം ടെസ്റ്റിംഗ് ആയിരുന്നു. ആയിരം ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ബില്ലടിക്കേണ്ടിയിരുന്നു. അവിടെ ബില്ലടിക്കുന്നില്ല. എല്ലാം കൊണ്ട് തിരക്കാം. 3 തവണയായി 75 ഡോക്ടർമാരുടെ ഒഴിവിലേക്ക് PSC നിയമന ഉത്തരവ് നൽകിയെങ്കിലും 33 പേർ മാത്രമാണ് എത്തിയത്. ഇവരിൽ 30 പേരും PG കോഴ്സിനും മറ്റുമായി അവധിയിൽ പോയി. നിലവിലുള്ള ഡോക്ടർമാർ അധിക സമയം ഡ്യൂട്ടി എടുത്താണ് OPയിലും വാർഡിലുമുള്ള രോഗികളെ പരിശോധിക്കുന്നത്. റിപ്പോർട്ടർ കാസർഗോഡ്. AK അഭിലാഷ് ഉണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, പനിക്കിടക്കയിലാണ് ഉള്ളത് കേരളം. ഈ എണ്ണം വർദ്ധിക്കുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്ത വളരെ പ്രധാനപ്പെട്ട പ്രശ്നം നിൽക്കുകയാണ്. 78 ഡോക്ടർമാരുടെ കുറവാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. ജില്ലാ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും ആർഎംഒമാരില്ല. അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, 22 സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. എന്താണ് ആരോഗ്യ വകുപ്പ് ഇതിന് കാരണമായി പറയുന്നത്, പ്രത്യേകിച്ച് പനിച്ചു വിറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ? തീർച്ചയായിട്ടും ബിനിൽ, മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഴയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, വയറിളക്കം, ഛർദി തുടങ്ങിയ രോഗങ്ങളൊക്കെ വലിയ തരത്തിൽ ഉയർന്നു നിൽക്കുന്നു. ഇതിനിടയിൽ ഈ താലൂക്ക് ആശുപത്രിയിലാണെങ്കിലും ജില്ലാ ആശുപത്രിയിലാണെങ്കിലും PHCയിൽ വരെയാണെങ്കിലും വലിയ തരത്തിലുള്ള വരികളാണ് രോഗികളുടെ രാവിലെ തന്നെ ഉണ്ടായിരിക്കുന്നത്. 7 മണി മുതൽ ഇത്തരത്തിൽ വരികൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഈ ഡോക്ടർമാരുടെ കുറവ് കൂടി വരുമ്പോൾ രോഗികളെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടേറുന്ന ഒരു കാര്യം കൂടി വരുന്നു. അതായത് 78 ഡോക്ടർമാരുടെ കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ 78 ഡോക്ടർമാരുടെ കുറവ് വരുന്ന സമയത്ത് ആരോഗ്യവകുപ്പ് 75 പേർക്ക് നിയമനം നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ വന്നിരിക്കുന്ന 75 നിയമനങ്ങളിൽ 33 പേർ മാത്രമാണ് വന്നത്. ഈ 33 പേരിൽ 30 പേരും PGയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അവധിയിലൊക്കെ പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും 22 സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ഇപ്പോഴില്ല. അതോടൊപ്പം തന്നെ 4 സർജന്മാരില്ല. ഏതാണ്ട് 32ഓളം അസിസ്റ്റന്റ് സർജന്മാരുമില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം ആശുപത്രിയുടെ സ്ഥിതി എത്രത്തോളം പരിതാപകരമായിരിക്കും എന്നുള്ള കാര്യം. ഏതായാലും രോഗികളെ അറിയിക്കാതെ എങ്ങനെ ചികിത്സിക്കാം എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. പ്രധാനമായും ഇപ്പോഴുള്ള ഡോക്ടർമാർ ഷിഫ്റ്റ് ക്രമീകരിച്ചും അതോടൊപ്പം തന്നെ അധിക സമയം ഡ്യൂട്ടി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ രോഗികളെ പരിചരിക്കുന്നത്. പക്ഷേ ഉയർന്ന രോഗസാന്ദ്രത ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള വരികൾ തന്നെയാണ് പല ആശുപത്രികളിലും പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് താലൂക്ക് ജനറൽ ആശുപത്രിയിലാണെങ്കിലും ജില്ലാ ആശുപത്രിയിലാണെങ്കിലും ഒക്കെ വലിയ തരത്തിൽ ആളുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 2000-3000-ഓളം ആളുകളാണ് ഓരോ ദിവസവും പോയിട്ട് പരിശോധനയ്ക്കായി വരുന്നത്. അതോടൊപ്പം തന്നെ തുടർ ചികിത്സ ആവശ്യം വരുന്ന രോഗികൾ മറ്റു തരത്തിൽ വരുന്നു. ഇത്തരത്തിൽ രോഗികളുടെ ബാഹുല്യം ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ ഡോക്ടർമാരുടെ കുറവുണ്ടാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാസർകോട്ടെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി ഒരു പേര് മാത്രമാണെങ്കിൽ പോലും അവിടെ OP വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്ട് 18ഓളം OPകൾ പ്രവർത്തിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വേണ്ടത് 91 ഡോക്ടർമാരാണ്. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് തുടരുന്ന സമയത്ത് ആദ്യം പറഞ്ഞത് 50% ഡോക്ടർമാരെ ഇവിടെ നിയമിക്കാം, പൂർണ്ണ സ്ഥിതിയിലേക്ക് പൂർണ്ണ സജ്ജമാകുമ്പോൾ മുഴുവൻ ഡോക്ടർമാരെ നിയമിക്കാമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 46 ഡോക്ടർമാരുടെ സേവനം അവിടെ ലഭ്യമാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ 27 ഡോക്ടർമാർ മാത്രമാണ് അവിടെയുള്ളത്. അതിൽ തന്നെ പലരും അവധിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ കാസർഗോഡെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഡോക്ടർമാരുടെ കുറവും അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം മറ്റൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വലിയ ആശുപത്രികളോ ഒന്നും ഇല്ലാത്ത സ്ഥലം കൂടിയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ രോഗികളൊക്കെ ഇത്തരത്തിലുള്ള ആശുപത്രികളെ, സർക്കാർ ആശുപത്രികളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രോഗികളുടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യമായ സ്വകാര്യ ആശുപത്രികളില്ല. അപ്പോൾ സർക്കാർ ആശുപത്രികളെയാണ് കൂടുതലായി ആളുകൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ഒരു പനിക്കാലത്ത് ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന് പറയുന്നത് ഒരു വിധത്തിലും അംഗീകരിക്കാനാവില്ല. ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി ലഭിക്കേണ്ട സേവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ഉണ്ടാകണം എന്ന കാര്യം റിപ്പോർട്ടർ ചൂണ്ടിക്കാട്ടുകയാണ്.